പൊതുജനങ്ങളെ സാക്ഷിയാക്കി തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. தமிழ்நாட்டு அரசின் முதலமைச்சர் என்ற முறையில் எனது கவனத்திற்குள்ளாவதும் தெரிய வருவதுமான எந்த பொருளையும் முதலமைச்சரின் கடமைகளை உரியவாறு நிறைவேற்ற தேவையான அளவுக்கன்றி ஒருவரிடமோ பலரிடமோ நேர்முகமாகவோ மறைமுகமாகவோ அறிவிக்கவோ வெளிப்படுத்தவோ மாட்டேன் என்று ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். ഇത് തമിഴ്നാടിന്റെ പുതിയ തുടക്കം. സ്ത്രീ സുരക്ഷ ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വിജയ് ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തത്. ജനക്ഷേമവും നിരവധി ജനപ്രിയ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകും. അഴിമതി അനുവദിക്കില്ല, ഒപ്പമുള്ളവർ ആണെങ്കിൽ പോലും കർശനമായ നടപടി എന്നടക്കം വിജയ് ജനങ്ങൾക്ക് ഉറപ്പ് നൽകി. தமிழக வெற்றி கழக தோழர்களே, உண்மையில சொல்லனா நீங்க இல்லனா எதுவுமே இல்ல. என்னோட கழக தோழர்களுக்கும் கழக நிர்வாகிகளுக்கும் வாக்கு சாவடி முகவர்களுக்கும் மை டியர் வர்ச்சுவல் வாரியர்ஸ், உங்கள் அனைவருக்கும் கோடான கோடி நன்றிகள். வாங்க எல்லாருமா சேர்ந்து ஒரு ஃப்ரெஷ் கவர்னன்ஸ், ஒரு நியூ கவர்னன்ஸ் ஒன்று கொடுப்போம். This is a new beginning. A new era of a real secular social justice starts now. സാമൂഹ്യനീതിയിലും മതനിരപേക്ഷതയിലും ഊന്നിയ പുതിയ സർക്കാർ, പുതിയ യുഗത്തിന്റെ തുടക്കമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിജയ് സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം സംസാരിച്ചത്. ശേഷം സെക്രട്ടേറിയറ്റിലേക്ക് അദ്ദേഹം എത്തി. സെക്രട്ടേറിയറ്റിൽ പ്രോട്ടോകോൾ പ്രകാരം അദ്ദേഹത്തെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ സ്വീകരിച്ചു. പോലീസ് സ്വീകരിച്ചു, സല്യൂട്ട് നൽകി. ശേഷം മുഖ്യമന്ത്രി കസേരയിൽ വിജയ്. വിജയ്ക്കൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചൊല്ലി ഇന്ന് അധികാരമേറ്റു. ചടങ്ങിൽ രാഹുൽ ഗാന്ധിയും മറ്റു നേതാക്കളും പങ്കെടുത്തു. ചടങ്ങിന് ശേഷം സെക്രട്ടേറിയറ്റിലെത്തി അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന്റെ ദൃശ്യങ്ങളാണിത്. അനൂപ് ദാസ് വിവരങ്ങളുമായി. അനൂപ്, തമിഴ്നാട്ടിലൊരു പുതിയുഗ പിറവി, അക്ഷരാർത്ഥത്തിൽ അത് ശരിയുമാണ്. വിജയ് മുതലമൈച്ചർ പദവിയിൽ കസേരയിൽ ഇരുന്ന് ചുമതല അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ? ഇത് ഒരു അസാധാരണമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു സത്യപ്രതിജ്ഞ വേദിയിൽ കണ്ടത്. ഗവർണർ വന്ന് ചടങ്ങ് പൂർത്തിയാക്കി എല്ലാവരും തിരികെ പോവുക, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ തിരികെ പോവുക എന്നതാണ് നമ്മൾ പല ഇടങ്ങളിലും കണ്ട സത്യപ്രതിജ്ഞയുടെ രീതി. എന്നാൽ ഇവിടെ ഗവർണർ പോയതിനു ശേഷം വിജയ് സംസാരിക്കാൻ വേണ്ടി വരുന്നു. അവിടെ തിങ്ങിക്കൂടിയ ആളുകളോട് വിജയ് സംസാരിക്കുന്നു. വിജയ് പറയുന്നു, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്യും. പറയാത്തത് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ചെയ്യാൻ ഒരുപക്ഷെ എനിക്ക് കഴിഞ്ഞേക്കില്ല. ഞാനും നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ ഇത്രയധികം കോടി ജനങ്ങളുടെ പിന്തുണ ഉള്ളപ്പോൾ, നിങ്ങളെല്ലാവരും ഉള്ളപ്പോൾ എനിക്കതിന് സാധിക്കും, നമുക്കതിന് സാധിക്കുമെന്ന് വിജയ് പറയുന്നത് കാണാമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ കോരിത്തരിപ്പിക്കുന്ന നിമിഷങ്ങളായിരുന്നു സത്യപ്രതിജ്ഞാ വേദിയിൽ. കാരണം ഒരു സിനിമാ സ്റ്റൈലിൽ തന്നെയാണ് വിജയ് ഓരോ നിമിഷവും അവിടെ കൊണ്ടുപോയത്. അവിടെ പറഞ്ഞ ഒരു കാര്യം, ഈ നിമിഷം മുതൽ സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ, മതേതരത്വത്തിൽ അധിഷ്ഠിതമായ യഥാർത്ഥത്തിലുള്ള ഭരണം ഇവിടെ തുടങ്ങുകയാണ്. എനിക്ക് ജനങ്ങളുടെ 1 രൂപ പോലും വേണ്ട എന്ന് നേരത്തെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്ന് വിജയ് ചോദിച്ചു. ജനങ്ങൾ അതിന് ആഹ്ലാദാരവും മുഴക്കി. എന്നിട്ട് പറഞ്ഞു, ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള ഒരാൾ പോലും 1 രൂപ പോലും എടുക്കില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണ് എങ്കിൽ ആ നിമിഷം അവർ പുറത്തായിരിക്കുമെന്ന് പറഞ്ഞു. അത് മാത്രവുമല്ല, ഭരണം കിട്ടിയതിന് പിന്നാലെ ആർക്കെങ്കിലും വിളയാടാമെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ
കകത്തുള്ള ആർക്കെങ്കിലും വിളയാടാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ നിമിഷം അതെല്ലാം മാറ്റിവെച്ചോളൂ എന്ന് വിജയ് പറഞ്ഞു. അതായത് ഒരു ജനകേന്ദ്രീകൃതമായ ഭരണമാണ് ഉദ്ദേശിക്കുന്നത്, ഒരു മതനിരപേക്ഷ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ഭരണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ വിജയ് പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും ആദ്യം അദ്ദേഹം പറഞ്ഞ കാര്യം സ്ത്രീ സുരക്ഷയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം തമിഴ്നാട് സ്ത്രീ സുരക്ഷയിൽ വല്ലാതെ പിന്നിലായിരുന്നു എന്ന ആക്ഷേപമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ വിജയ് തന്നെ അത് ചൂണ്ടിക്കാണിച്ചതുമാണ്. ഇപ്പോൾ അധികാരത്തിലേറിയാൽ ആദ്യം സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെ നിർണായകമായ ചില തീരുമാനങ്ങൾ വിജയ് എടുക്കാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു ആ പ്രഖ്യാപനം. എന്തായാലും അദ്ദേഹത്തിനൊപ്പം 9 TVK മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. അതിൽ ഒരാൾ മാത്രമാണ് വനിതയുള്ളത്. മന്ത്രിസഭ പുനഃസംഘടന ഉണ്ടാവും, കൂട്ടിച്ചേർക്കലുണ്ടാവും. അതിനൊപ്പം കോൺഗ്രസിൻ്റെ മന്ത്രിമാരുണ്ടാവും. രാഹുൽ ഗാന്ധി വേദിയിലുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയെ എൻ്റെ സഹോദരൻ എന്നാണ് വിജയ് വിശേഷിപ്പിച്ചത്. അവർ രണ്ടുപേരും ഒരുമിച്ച് കൈകോർത്ത് ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്ന കാഴ്ചയുണ്ടായിരുന്നു. KC വേണുഗോപാലിന്, കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനും CPM ജനറൽ സെക്രട്ടറി MA ബേബിക്കും CPM, CPI, VCK, മുസ്ലിം ലീഗ് നേതാക്കൾക്കും വിജയ് നന്ദി പറയുന്നുണ്ടായിരുന്നു. ഓരോരുത്തരെയും TVK പ്രവർത്തകർ, രസികർ, ഒപ്പം തന്നെ കുടുംബം എല്ലാവർക്കും പേരെടുത്ത് നന്ദി പറഞ്ഞാണ് വിജയ് ഈ പരിപാടി അവസാനിപ്പിച്ചത്. അതായത് അക്ഷരാർത്ഥത്തിൽ ഒരു അലയായിരുന്നു ഈ സത്യപ്രതിജ്ഞ ആകെ. പല ഘട്ടത്തിലും ഗവർണർ പോലും കൈയുയർത്തി ദയവായൊന്ന് ശബ്ദം കുറയ്ക്കൂ എന്ന് പറയേണ്ട അവസ്ഥ വരെ പോയിരുന്നു. എന്തായാലും വിജയ് ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം സത്യപ്രതിജ്ഞ കഴിഞ്ഞ് സെക്രട്ടറിയിലെത്തി ചുമതല ഏറ്റെടുത്തു. വൈകാതെ ആദ്യ മന്ത്രിസഭാ യോഗവും ചേരും. വൈകാതെ ആദ്യ മന്ത്രിസഭാ യോഗമുണ്ടാകും. അനൂപ് ദാസാണ് സത്യപ്രതിജ്ഞയുടെ വിവരങ്ങൾ നൽകിയത്.